ഞാനുള്ളത് പുരാതനമായ കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. പെരുമ്പട്ടക്കുന്നിന് താഴെയും കുരുടഞ്ചാൽ കൊല്ലിക്ക് മുകളിലും എള്ളുവിത്ത് 8000 പൊതി വിതയ്ക്കുന്ന അത്രയും ഏക്കർ സ്ഥലം കൈയടക്കി വാണിരുന്ന കമ്പല്ലൂർ കോട്ടയിലെ തറവാട്ടുകാരാണ് കമ്പല്ലൂർ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. കൊല്ലവർഷം 108 ക്ഷേത്രത്തിന്റെ പണി തീരുന്നത്. അതിനു മുൻപുള്ള 2 തലമുറകളുടെ കാലത്ത് തുടരുന്ന പണിയാണ് ഈ വർഷം തീർന്നത്. വാഴക്കോട്ട് ഭഗവതിയും കമ്പല്ലൂർ ഭഗവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. 2 ദേവിമാർക്കും തുല്യ പ്രാധാന്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. വനശാസ്താവും ഗണപതിയുമാണ് ഉപദേവതകൾ. വാഴക്കോട്ട് ഭഗവതിക്ക് ഗുരുസി തർപ്പണം നടത്തുന്നു. മഞ്ഞൾ ചോറാണ് നിവേദ്യം. കമ്പല്ലൂർ അമ്മയുടെ വഴിപാട് ചോറും പായസവുമാണ്. ശാസ്താവിന് തേങ്ങാച്ചോറാണ് നിവേദ്യം. പ്രതാപശാലികളായ ജന്മിമാരായിരുന്നു കമ്പല്ലൂർ കോട്ടയിലെ കാരണവന്മാർ. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ജന്മിത്തം നഷ്ടമായപ്പോൾ ക്ഷേത്രഭരണം പൊതുജനങ്ങളുടെ കയ്യിലും പിന്നീട് മലബാർ ദേവസ്വത്തിന്റെ കയ്യിലും എത്തി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജനവാസമുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഇവിടങ്ങളിൽ കാണുന്ന മുനിയറകളും മറ്റും. കമ്പുകൊണ്ട് അളന്ന സ്ഥലം കമ്പല്ലൂരെന്നും ആദിവാസി വിഭാഗമായ കമ്പന്മാർ താമസിച്ച സ്ഥലം കമ്പല്ലൂരെന്നും കമ്പം എന്ന ചെറുധാന്യം ധാരാളമായി കൃഷി ചെയ്തിരുന്ന സ്ഥലം കമ്പല്ലൂരെന്നും ഈ സ്ഥലപ്പേരിന് കാരണമായി പറയപ്പെടുന്നു. കുറച്ചുകൂടി വിശ്വാസ്യത കമ്പം അല്ലെങ്കിൽ ചാമ കൃഷി ചെയ്ത സ്ഥലമായതുകൊണ്ടായിരിക്കാം കമ്പല്ലൂരെന്ന പേര് വന്നതെന്ന് അനുമാനിക്കാം. ഇപ്പോൾ ഒരുപാട് പേർ കമ്പല്ലൂർ അമ്മയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്നുണ്ട്. ചന്ദന സുഗന്ധം അലിഞ്ഞു ചേർന്ന മന്ദമാരുതൻ സദാ ഒഴുകിപ്പരക്കുന്ന പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു കവിയുന്ന കമ്പല്ലൂരിലേക്ക് ഒരിക്കലെത്തുന്നവർ ഒരിക്കൽ കൂടി ഇവിടേക്ക് വരുന്നതിന് തിടുക്കം കാണിക്കുമെന്നത് ഉറപ്പ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇനി അടുത്തയാഴ്ച കാണാം.